ഇതിലിരുന്ന് പോകുന്ന സമയത്ത് ശരിക്കും റോട്ടിലുള്ള വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര എന്താ പറയാ, നമുക്ക് നമ്മളുടെ സിറ്റിംഗ് ലെവലിലും താഴെയാണ് അതിന്റെ റൂഫ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ദിസ് ഈസ് ഫോഴ്സ് ഗൂക്ക. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു കംപ്ലീറ്റ് ഓഫ് റോഡർ ആയിട്ടുള്ള ഫോഴ്സിന്റെ ഗൂക്ക എന്ന് പറയുന്ന വണ്ടിയാണ്. അതായത് വളരെ യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഫോഴ്സ് ഗൂക്ക എന്ന് പറയുന്നത്. ഇന്ത്യക്കാളും വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഫോഴ്സ് ഗൂക്ക എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് ഫോഴ്സ് ഗൂക്കയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് മാത്രമായിട്ടുള്ള കുറച്ച് കാപ്പബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ താറുമായിട്ടാണ്. അതായത് പ്രീവിയസ് ജനറേഷൻ താറ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഒരു ഫാമിലി കംഫർട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ അതിന്റെ റയർ സീറ്റും കാര്യങ്ങളൊന്നും അത്രത്തോളം കംഫർട്ടബിളും കാര്യങ്ങളൊന്നും ആയിട്ടുള്ള ഒരു വണ്ടിയല്ല ആക്ച്വലി പ്രീവിയസ് ജനറേഷൻ 3 ഡോർ താർ എന്ന് പറയുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റ് പോലെ തന്നെ റയർ സീറ്റും ബാക്കിയുള്ള കോ ഡ്രൈവേഴ്സിനെയും കംപ്ലീറ്റ്ലി കംഫർട്ട് ആക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫോഴ്സ് ഗൂക്കയിലുള്ളത്. അതായത് നമുക്ക് കാടും മലയും കയറി പോകാൻ മാത്രമല്ല, ഒരു ഫാമിലി കംഫർട്ട് കൂടി തരുന്ന ഒരു വണ്ടി കൂടിയാണ് ഫോഴ്സ് ഗൂക്ക എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഒരു മാൻലി ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു 3 ഡോർ വേരിയന്റ് ആണ്. ഏകദേശം ഒരു 2016-17 വേരിയന്റിൽ വരുന്ന ഒരു വണ്ടിയാണിത്. ഇതിന് എത്രത്തോളം ഇന്നുള്ള ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ സെയിം എഞ്ചിൻ തന്നെയാണ് ഇന്നും വരുന്നത്, പക്ഷേ പവറിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിന്റെ ഒരു 5 ഡോർ വേരിയന്റ് കൂടി ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 7 സീറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി എൻത്യൂസിയാസം അല്ലെങ്കിൽ ഒരു ഓഫ് റോഡറൊക്കെ തലക്കി പിടിച്ച് കിടക്കുന്ന ഒരാൾക്ക് കംപ്ലീറ്റ്ലി സൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ്ലി ഓഫ് റോഡറാണ് ഫോഴ്സ് ഗൂക്ക എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു കാപ്പബിലിറ്റി ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. 4x4x4, അതായത് ഗൂർക്കയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ 4x4 വിത്ത് 4 വീൽ ഡിഫറൻഷ്യൽ ലോക്ക് കൂടി നമുക്ക് ഫോഴ്സ് ഗൂക്കയിൽ അവൈലബിൾ ആണ്. അതായത് ഒരു കട്ട ഓഫ് റോഡർ വണ്ടി കൂടിയാണ് നമ്മുടെ ഫോഴ്സ് ഗൂർക്ക എന്ന് പറയുന്നത്. ഗൂക്കയുടെ ഇനിയുള്ള ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്നോക്കിളാണ്. അതായത് ഇൻബിൽഡ് സ്നോക്കിള് കമ്പനി ഇതിന് കൊടുക്കുന്നുണ്ട്. അതായത് കമ്പനി പറയുന്നത് ഏകദേശം 700 mm, ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇതുകൊണ്ട് വാട്ടർ ക്രോസ് ചെയ്യാൻ പറ്റും. അത് ഫോഴ്സ് ഗൂക്കയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. കാരണം വെച്ചാൽ ഈ സെഗ്മെന്റിൽ ഇത്രയും ഒരു ഇൻബിൽഡ് സ്നോക്കിളും കാര്യങ്ങളൊന്നും കൊടുക്കുന്ന വേറെ ഒരു വണ്ടിയും നിലവിലില്ല. നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടി ഉള്ള ഒരു വണ്ടിയാണ് ഫോഴ്സ് ഗൂക്ക എന്ന് പറയുന്നത്. ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ത് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 210 റേഞ്ചിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് അവൈലബിൾ ആണ്. മാത്രമല്ല അതുപോലെ തന്നെ ഏകദേശം ഒരു 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആണ്, പക്ഷെ 18 ഇഞ്ചിന്റെ അലോയ് ആണ് ആക്ച്വലി കമ്പനി ഈ വണ്ടിക്ക് കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് സ്പെക് ഉള്ള ഒരു വണ്ടിയാണെന്ന് പുറമേന്ന് കാണുമ്പോൾ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കും ഡിസൈനും ആണ് ഈ വണ്ടിക്ക് വരുന്നത്. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ സ്നോക്കിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു മാൻലി ഫീൽ ഉള്ള ഒരു ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ചെറിയ രീതിയിൽ ഫോഴ്സിന്റെ ക്രൂയിസറുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു സാമ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. പക്ഷേ വണ്ടിയുടെ ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു ലുക്ക് കണ്ടാലും സൈഡ് വ്യൂ കണ്ടാലും എങ്ങനെ കണ്ടാലും വണ്ടി കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് സ്പെക് ഉള്ള ഒരു വണ്ടിയാന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് അടിയിൽ ഒരു ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിൽ ഒരെണ്ണം വരുന്നുണ്ട്. അതായത് സ്പെക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫ് റോഡിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് നമുക്ക് പുറമേന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അന്യായ റോഡ് പ്രസൻസ് ആണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എന്താ വെച്ചാല് കാരണം വെച്ചാൽ അധികം ഒന്നും ഇറങ്ങിയിട്ടില്ലാത്തൊരു മോഡലാണല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഫോഴ്സ് ഗൂക്ക എന്ന് പറയുന്നത്. നമ്മളിതിൽ എങ്ങനെ കയറുക എന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ടിലാണ് കയറുക. ഒരു ഓൾഡ് സ്കൂൾ സെറ്റപ്പാണ് ആക്ച്വലി. ഇതിന്റെ റയർ സീറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ബാക്ക് സീറ്റാണ്, റയർ സീറ്റാണ്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റയർ സീറ്റിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അത് ഗൂർക്കയുടെ ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ 3 ഡോർ താറിന് പോലും ഇല്ലാത്ത ഒരു ഹൈലൈറ്റ് ആണ് അത്. കാരണം വെച്ചാൽ 3 ഡോർ താറിൽ നമുക്ക് റയർ സീറ്റ് ഒന്നും അത്രത്തോളം കംഫർട്ടബിൾ അല്ല. പുതിയ താറ് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി കൈ ആവുകയും ചെയ്തു. നമുക്ക് അത്രത്തോളം ഒരു ഡെഡ് ഓഫ് റോഡ് ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു താറൊന്നല്ല പുതിയ ഇറങ്ങിയിട്ടുള്ള റോക്സ് എന്ന് പറഞ്ഞാൽ.
പക്ഷെ ഗൂർക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 5 ഡോർ പുതിയ വന്ന 5 ഡോർ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം എന്താ പറയാ ഫാമിലി കംഫർട്ടും ഉണ്ട്, അത്യാവശ്യം നല്ല ഓഫ് റോഡും ചെയ്യാം. അതാണ് ആ ഒരു മാൻലി അല്ലെങ്കിൽ ആ ഒരു യുണീക്ക് ഫീല് ഇന്നും ഗൂർക്ക അതുപോലെ തന്നെ നിലനിർത്തുന്നുള്ള ഗൂർക്കയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാല് അത് അവരുടെ വണ്ടികൾ അല്ലെങ്കിൽ അവരുടെ ഈ ഗൂർക്ക വണ്ടി ഓടിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഗൂർക്കയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു 2.6 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. കാരണം വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ടേക്കൺ ഫ്രം മെർസഡീസ് ആണ്. മെർസഡീസിന്റെ ഒരുപാടധികം ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ് ഇതെന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 85 bhp അടുത്ത് പവർ ഉണ്ടാക്കുകയും ഏകദേശം 300 റേഞ്ചിൽ ടോർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. പക്ഷെ കേൾക്കുന്ന സമയത്ത് കുറച്ച് അണ്ടർ പവേർഡ് ആണെന്ന് തോന്നാം. പക്ഷെ എന്താ വെച്ചാല് പുതിയ വന്നിട്ടുള്ള 5 ഡോർ കാറിലാണെന്നുണ്ടെങ്കിൽ ഇതേവരെ ഏകദേശം ഇവരൊരു 138 bhp വരെ ഇത് പുഷ് ചെയ്യുന്ന രീതിയിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു പവറിന്റെ ഒരു അപര്യാപ്തത എന്തായാലും പരിഹരിച്ചിട്ടുണ്ട് പുതിയ ഗൂർക്കയില്. നമ്മൾ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം വെച്ചാൽ ഈ വണ്ടി ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി അതായത് എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഡ്രൈവർ സീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റൈഡിങ് ഫീലാണ്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, ശരിക്കും യുണീക്കാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു പക്ക ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന തന്നെ ഫീലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാല് വണ്ടി ഒരു ഓൾഡ് സ്കൂൾ തന്നെയാണ്. അതായത് എന്താ പറയാ, അതായത് ആ ഒരു ഡീസൽ എഞ്ചിന്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്ന ആളുകൾക്ക്. അതായത് ഇപ്പൊ പുതിയ വണ്ടി വന്ന സമയത്ത് പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഇതിന് വരുന്നതെന്ന് പറഞ്ഞാല് ഈ പ്യുവർ മാനുവൽ ആണ്, പ്യുവർ ഡീസലാണ്. അതിന്റെ ഒരു ഫീൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് ഇത് കുറച്ചും കൂടി സൂട്ടാവുക. കാരണം വെച്ചാല് അങ്ങനെയാണ് വണ്ടിക്ക് ഓട്ടോമാറ്റിക് പോലും വരുന്നില്ല. പുതിയ വണ്ടി വന്ന സമയത്തും ഓട്ടോമാറ്റിക്കൽ വരുന്നില്ല. ഇതിന്റെ അതായത് ശരിക്കും എന്താ പറയുക, ഈ വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതിന്റെ ഈ ഒരു ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ഒരു കമാൻഡിങ് പൊസിഷനിലാണ്. എന്താ പറയാ, നമ്മളൊരു ലോറിയൊക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ് കംപ്ലീറ്റ്ലി വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഒരു 5 സ്പീഡ് മാനുവൽ ആണ് ഇതിന് വരുന്നത്. അപ്പം എന്താ പറയാ, എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ശരിക്കും നമ്മൾ ഒരു രാജകീയമായിട്ട് ഭയങ്കര ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇരുന്നിട്ട് ഭയങ്കര ഫീൽ ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഇതെന്ന് പറഞ്ഞാല് 80 bhp വരുന്നുള്ളൂ. ഒരു വലിയൊരു എന്താ പറയാ പവറിന്റെ ഒരു അതിപ്രസരം ഒന്നും വണ്ടിയിലില്ല. ഭയങ്കര ഫീൽ ചെയ്തിട്ട് വണ്ടി ഇങ്ങനെ ഒരു ഡീസൽ എഞ്ചിൻ ഇങ്ങനെ കൊണ്ടു നടക്കാം. അതാണ് ഇതിന്റെ ഒരു ഫീല്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ലോങ് വരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൂളിംഗ് ഉള്ള ഒരു AC നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഫാമിലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാം. മാത്രമല്ല നല്ലൊരു ഡെഡ് ഓഫ് റോഡ് കിട്ടിയാലും നമുക്ക് ഇതിലേക്ക് പോവാം. അതിന്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ കാണുന്ന 2 ഡിഫറൻഷ്യൽ ലോക്സ്. അതായത് നമുക്ക് ട്രാക്ഷൻ വേണ്ട സമയത്ത് നമുക്ക് ഏതാന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ലോക്ക് ആക്റ്റീവ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2 ഡിഫറൻഷ്യൽ ലോക്ക് ഇതിൽ വരുന്നുണ്ട്. ഒരു 4x4 ഒരു ഗിയർ ലിവറും ഇതിൽ വരുന്നുണ്ട്. അപ്പോ കാപ്പബിൾ ആയിട്ടുള്ള, അതായത് എക്സ്ട്രാ കാപ്പബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അതായത് ഗൂക്ക എന്ന് പറയുന്നത്. അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഈ ഒരു വേരിയന്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാല് 5 ഡോർ അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല എഞ്ചിന്റെ സ്പെക്കിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, ഇന്റീരിയറിലും വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ഓൾഡ് സ്കൂൾ ആണ്. കാരണം വെച്ചാൽ ഇത് 2013 മുതൽ 17 വരെ ഉണ്ടായിരുന്ന ഇതാണ്. അത് സെക്കൻഡ് ജനറേഷൻ ഫോഴ്സ് ഗൂക്ക എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് അത്യാവശ്യം ഓൾഡ് സ്കൂൾ ആണ് കാര്യങ്ങളൊക്കെ. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ആളുകൾക്കും അത്യാവശ്യം എന്താ പറയാ ഓഫ് റോഡ് ആണ് കുറച്ച് എന്താ പറയാ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു ഡീസൽ എഞ്ചിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. അത്യാവശ്യം എന്താ പറയാ നല്ല ഫണ്ണാണ് വണ്ടി ഓടിക്കാന്. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ഹെവി ആണ്. നമുക്ക് എന്താ പറയാ അങ്ങനെ ഈസി ആയിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയൊന്നുമല്ല. ഇപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ ജിമ്നിയൊക്കെ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, അത് ഭയങ്കര ഈസി ആയിട്ട് വണ്ടി എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത് വെച്ചിട്ടൊന്നും ആക്ച്വലി കമ്പയർ ചെയ്യാനേ വണ്ടീനെ പറ്റില്ല. ശരിക്കും പറഞ്ഞാല് ഭയങ്കര എന്താ പറയാ ഒരു ഫീലിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഫോഴ്സ് ഗൂക്ക എന്ന് പറയുന്നത്. ശരിക്കും സെക്കൻഡ് ഹാൻഡ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ 2016-17 റേഞ്ചിലുള്ള ഒരു വണ്ടികൾ ഒരു 8 ലക്ഷം റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും എന്താ പറയാ, ശരിക്കും നല്ല റോഡ് പ്രസൻസ് ആണ്, നല്ലൊരു
എന്താ പറയാ, ഇപ്പം ഗിയർ ആണെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിലും അത്ര സോഫ്റ്റർ ആയിട്ടുള്ള ഒരു ഗിയറോ അല്ലെങ്കിൽ അത്ര സോഫ്റ്റർ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സോ കാര്യങ്ങളൊന്നും അല്ല. പുതിയ ഗൂക്കയിൽ കുറച്ചും കൂടി സോഫ്റ്റർ ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഒരു മാൻലി ഫീലാണ്. അതായത് പഴയ നമ്മുടെ മഹേന്ദ്രയുടെ ജീപ്പൊക്കെ ഓടിക്കുന്ന പോലുള്ള ഒരു ഫീലാണ് ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാല്. പിന്നെ എനിക്ക് തോന്നുന്നു ഫോഴ്സ് ഗൂക്ക എന്താ പറയാ അത്ര ഒരു പോപ്പുലറോ അല്ലെങ്കിൽ അത്ര ഒരു സെയിൽസോ കാര്യങ്ങളൊന്നും ഇല്ല. അതിപ്പോ പണ്ടാണെങ്കിലും ഇന്നാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഫോഴ്സിന് കുറെ ഒന്നും എന്താ പറയാ സർവീസ് സെന്ററും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പിന്നെന്താ പറയാ, ഈ ഒരു റീസെയിൽ വാല്യൂ, റിഫൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാക്ടേഴ്സ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് അവർക്ക് അത്ര മാച്ച് ആവില്ല. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീലും വേറെയാണ്. കുറച്ച് ഓൾഡ് സ്കൂൾ വണ്ടിയാണ്. ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ സ്പെക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു വണ്ടിയൊന്നുമില്ല. ഇപ്പം പുതിയ വന്നിട്ടുള്ളതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു SUV അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമുക്കൊരു ഓഫ് റോഡ് ക്യാപ്പബിളും കൂടി ആയിട്ടുള്ള ഒരു വണ്ടി നോക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫോഴ്സ് ഗൂർക്ക എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഇതിലിരുന്ന് പോകുന്ന സമയത്ത് ശരിക്കും റോട്ടിലുള്ള വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അത് എത്രത്തോളം എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ നമ്മളിത് ഓടിക്കുന്ന സമയത്ത് ശരിക്കും നല്ലൊരു കമാൻഡിങ് പൊസിഷനിലാണ്. ഇപ്പൊ നേരെ ഫ്രണ്ടിൽ ഒരു എക്സ്പ്രസോ ഉണ്ട്. അതൊക്കെ ഭയങ്കര എന്താ പറയാ, നമുക്ക് നമ്മളുടെ സിറ്റിംഗ് ലെവലിലും താഴെയാണ് അതിന്റെ റൂഫ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും എന്താ പറയാ, അത്രയും ഒരു സീറ്റ് ഹൈറ്റ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാല്.